കാനഡയിൽ ഇനി കാർണി കാലം. ജസ്റ്റിൻ ട്രൂഡോ പടിയിറങ്ങിയതോടെ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേറ്റു. ഭാരതവംശജരായ കമൽ ഖേരയും അനിത ആനന്ദും മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാനഡയുടെ 24ാം പ്രധാനമന്ത്രിയായാണ് മാർക്ക് കാർണി അധികാരമേറ്റത്. I, Mark Carney, do solemnly and sincerely promise and swear that I will truly and faithfully, and to the best of my skill and knowledge, execute the powers and trust reposed in me as Prime Minister. ജസ്റ്റിൻ ട്രൂഡോ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് സത്യപ്രതിജ്ഞ. ഒട്ടാവയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ പ്രധാനമന്ത്രിമാർ, ഗവർണർ ജനറൽമാർ തുടങ്ങിയവർ പങ്കെടുത്തെങ്കിലും രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ മാത്രം എത്തിയില്ല. കാർണി മന്ത്രിസഭയിൽ 24 അംഗങ്ങളാണ് ഉള്ളത്. ട്രൂഡോ സർക്കാരിലെ 17 മന്ത്രിമാരെ ഒഴിവാക്കി. 2 ഇന്ത്യൻ വംശജരും മന്ത്രിസഭയിലുണ്ട്. അനിത ആനന്ദാണ് മിനിസ്ട്രി ഓഫ് ഇന്നൊവേഷൻ ശാസ്ത്ര വ്യവസായ മന്ത്രി. കമൽ ഖേര ആരോഗ്യമന്ത്രിയായി. മെലനി ജോണിയാണ് വിദേശകാര്യമന്ത്രി. ട്രൂഡോ സർക്കാരിലെ ധനമന്ത്രി ഡൊമിനിക് ലെബ്ലാങ്ക് ആണ് പുതിയ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി. ഫ്രാൻസോ ഫിലിപ്പെയാണ് പുതിയ ധനമന്ത്രി. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ലിബറൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ തന്റെ രാജി പ്രഖ്യാപിച്ചത്. 9 വർഷത്തിലേറെ ഭരണത്തിലിരുന്ന ശേഷമായിരുന്നു ട്രൂഡോയുടെ പടിയിറക്കം. ഇതിന് പിന്നാലെയാണ് ട്രൂഡോയ്ക്ക് പകരക്കാരനെ കണ്ടെത്താൻ ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തിയത്. 1.5 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡിനെ പരാജയപ്പെടുത്തി 86% വോട്ട് നേടിയായിരുന്നു കാർണിയുടെ വിജയം. ഇന്ത്യ കാനഡ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാൻ മാർക്ക് കാർണിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുമായുള്ള വാണിജ്യ ബന്ധത്തെക്കുറിച്ച് കാർണിക്കുള്ള നിലപാട് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കും. ബാങ്ക് ഓഫ് കാനഡ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബ്രൂക്ക് ഫീൽഡ് അസറ്റ് മാനേജ്മെന്റ് എന്നിവയുടെ നായകസ്ഥാനത്തിരുന്ന കാർണിക്ക് ഇന്ത്യയുടെ വാണിജ്യ മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെന്നതും ശുഭപ്രതീക്ഷ നൽകുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജ്ജർ വധത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവനയെ തുടർന്ന് 2023 സെപ്റ്റംബറിലാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത്.